ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ക്ലാസ് 10 ഹിസ്റ്ററിയിലെ 4th ലെസനാണ്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ഇപ്പോൾ റെഡിയാണല്ലോ അല്ലേ? നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. By 1857, around 63% of the region in Indian subcontinent had come under the direct control of the British. നോക്കി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ദ റെസ്റ്റ് ഓഫ് ദ അത് നോക്കുക, 1857 മുതലും ഈ 63% ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ ആക്ച്വലി ഇന്ത്യയിലേക്ക് വന്ന എന്തിനു വേണ്ടിയാണ്? ട്രേഡ് ചെയ്യാനാണ് അല്ലേ? വാണിജ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അവരിവിടെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് എന്താ ചെയ്ത്? നമ്മുടെ വിഭവങ്ങളെല്ലാം കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് നമ്മളുടെ ഓരോ സംസ്ഥാനങ്ങളും അവരുടെ കീഴിൽ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുക, the rest of the region were ruled by the negative kings who had been subjugated to the British. പിന്നീട് എന്താ സംഭവിച്ചത്? ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. നമ്മൾ പഴശ്ശിരാജ പോലെയുള്ള ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? ഓംബ്ര എന്ന് പറഞ്ഞ കുറേ നാട്ടുരാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിൽക്കുന്നത്. അത് തന്നെ സംഭവം. അപ്പം മോസ്റ്റ് ഓഫ് ദ സംസ്ഥാനങ്ങളും ആരുടെ കീഴിൽ തന്നെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള പലതരം ഹ്യൂജ് റിസോഴ്സസും ഇവർ കൊള്ളയടിച്ച് നമ്മുടെ രാജ്യം, അതായത് സാവധാനം അവരുടെ അധീനതയിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇവിടെ നോക്കുക, ഈ ഒരു ഇന്ത്യയിലെ പിക്ചറിൽ നമുക്ക് കാണാം. യെല്ലോ കളറിലുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു. 1857 മുതൽ ഇത്രയും പ്രദേശങ്ങൾ അവരുടെ കൺട്രോളിലാക്കി വെച്ചിരുന്നു. ഓക്കെ, നോക്കാം, നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം അല്ലേ? മോസ്റ്റ് ഓഫ് ദ കൂടുതൽ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ഇനി നോക്കുക, ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് that destroyed the backbone of the farmers. The aim of their tax policy was to എന്തായിരുന്നു? മാക്സിമൈസ് ദ ഇൻകം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം അധികം അനുഭവിച്ചതിൽ പ്രധാന വിഭാഗം ആരായിരുന്നു? കർഷകരായിരുന്നു. എന്തുകൊണ്ടാണ്? ഇവർക്ക് മേലെ ബ്രിട്ടീഷുകാർ നികുതി അല്ലെങ്കിൽ ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. ഈ ഭൂനികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബ്രിട്ടീഷുകാർ കുറേ പ്രദേശങ്ങൾ ഈ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കും. ആ പ്രദേശങ്ങൾക്ക് ഇവർ എന്ത് ചുമത്തിയിരുന്നു? നികുതി ചുമത്തിയിരുന്നു, ടാക്സ് ചുമത്തിയിരുന്നു. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യം. അവരുടെ അജണ്ട എന്തായിരുന്നു? ഈ കൊടുത്തിരിക്കുന്ന ഓരോ പ്രദേശത്തിനും മാക്സിമം നികുതി ഈടാക്കുക. അല്ലാണ്ട് കർഷകർ കൃഷി ചെയ്ത് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളൊരു അജണ്ടയൊന്നും ആയിരുന്നില്ല ബ്രിട്ടീഷുകാർക്ക്. അവർക്ക് മാക്സിമം കർഷകരിൽ നിന്ന് നികുതി പണമായിട്ട് ഈടാക്കുക. അതായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം. നോക്കുക, ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ ഏതൊക്കെയായിരുന്നു? മെയിനായിട്ട് 3 ഡിവിഷൻസ് ആണ് ഉണ്ടായത്. ഏതൊക്കെയാ? പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ആൻഡ് റോയറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഭൂനികുതി വ്യവസ്ഥയിലെ മെയിൻ ഡിവിഷൻസ്? ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റോയറ്റ്വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഈ 3 വ്യവസ്ഥകളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് നടപ്പാക്കിയിരുന്നത്. ഇനി റൈറ്റ് വാരി സിസ്റ്റം എവിടെയായിരുന്നു? ദക്ഷിണേന്ത്യൻ
പ്രദേശങ്ങളിലായിരുന്നു മെയിനായിട്ട് റൈറ്റ്വാരി വ്യവസ്ഥ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുപോലെ മഹൽവാരി വ്യവസ്ഥയോ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നു മഹൽവാരി വ്യവസ്ഥ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ സെമീന്ദാസ്. നികുതി കളക്ട് ചെയ്തത് ആരായിരുന്നു? സെമീന്ദാസ് ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരിക്കുന്നത് സെമീന്ദാർ ആയിരുന്നു. അതായത് സെമീന്ദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ ലാൻഡ് മുഴുവൻ അവരുടെ അണ്ടറിലായിരുന്നു. ഈ ലാൻഡ് കുറച്ച് കുറച്ചായിട്ട് ഓരോ കർഷകർക്കും കൃഷി ചെയ്യാനായിട്ട് വീതിച്ചു കൊടുത്തു. ഇന്ന ടൈം പീരീഡിനുള്ളിൽ ആ ലാൻഡിന് ടാക്സ് കൊടുക്കുന്നത് ആരുടെ കയ്യിലായിരുന്നു? ഈ സെമീന്ദാറായിരുന്നു കളക്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഈ കളക്ട് ചെയ്ത ടാക്സ് അവർ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സെമീന്ദാർ വാസ് ദ ഓണർ ഓഫ് എൻറ്റയർ ലാൻഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ആ എൻറ്റയർ ലാൻഡിൻ്റെയും ഓണർ ആരായിരിക്കും? സെമീന്ദാർ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക. ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കെയിം ടെനൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെമീന്ദാർമാർ ഉടമയായതോടെ എന്ത് സംഭവിച്ചു? യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. അല്ലേ? അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ടോ? ഇല്ല. ഈ സെമീന്ദാർമാർ കൊടുക്കുന്ന കുറച്ച് ഭൂമിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർ എന്തായി മാറി? അവിടെ കുടിയാന്മാരായി മാറി. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വെറും പണിയെടുക്കുന്ന പാവകളായിട്ട് മാറി എന്ന് പറയാം അല്ലേ? അതുപോലെ ഫാമേഴ്സ് വർ ടു പേ 60% ഓഫ് ഈൽഡ് ആസ് ടാക്സ്. എന്തായിരുന്നു? വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. നോക്കിയേ, വിളവിൻ്റെയും 60% വരെ. അപ്പോൾ നല്ല വിളവാണെങ്കിലും ചീത്ത വിളവാണെങ്കിലും, ഇപ്പോൾ നമുക്ക് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് എല്ലായ്പ്പോഴും നല്ല വിളവ് കിട്ടണമെന്നില്ല അല്ലേ? അപ്പോൾ ഈ വിളവിൻ്റെയും 60% അവർക്ക് എന്തായിട്ട് കൊടുക്കണമായിരുന്നു? ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പ്യുവർ ഈൽഡ്. നോക്കി, വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. കാരണം അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ? പണം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. എങ്ങനെ ടാക്സ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? യെസ്, പണമായിട്ട് തന്നെ. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമെന്നായിരുന്നു അവരുടെ ഒരു അജണ്ട. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് റൈറ്റ്വാരി സിസ്റ്റം അഥവാ റൈറ്റ്വാരി വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. റൈറ്റ്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യാസ്. എവിടെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതെ, സൗത്ത് ഇന്ത്യയിലാണ് അല്ലേ? ദക്ഷിണേന്ത്യയിലാണ് റൈറ്റ്വാരി സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ ഫാമേഴ്സ്. ഇവിടെ നോക്കിക്കേ, നികുതി എങ്ങനെ കളക്ട് ചെയ്യണമായിരുന്നു? നേരിട്ട് കൃഷിക്കാരിൽ നിന്ന് നികുതി ഈടാക്കിയിരുന്നു. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് എന്ത്? റൈറ്റ്വാരി സിസ്റ്റം. അത് ഓർത്തിരിക്കണേ. ഫാർമേഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട്, ഇവിടെ ഒരു മീഡിയേറ്റർ ഇല്ല. നമ്മൾ ആദ്യം പഠിച്ചത് ആരായിരുന്നു? യെസ്, അവിടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു അല്ലേ? സെമീന്ദാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫാർമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ബ്രിട്ടീഷുകാരിലേക്ക് എന്തെത്തുന്നു? നികുതി എത്തുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക? റൈറ്റ്വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ടാക്സ് റേറ്റ്സ് വർ ഫ്രീക്വൻ്റ്ലി ഇൻക്രീസ്ഡ്. നോക്കിയേ, നികുതി നിരക്ക് ഇടയ്ക്കിടെ അവർ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്തതായി മഹൽവാരി സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് തന്നെ പഠിച്ചോളണം കേട്ടോ. വില്ലേജ് ഹെഡ്മാൻ കളക്ട് ദ ടാക്സ്. മഹൽവാരി സിസ്റ്റം, മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വില്ലേജാണ്. അപ്പോൾ മഹൽവാരി സിസ്റ്റത്തിൽ ആരാണ് ഈ ടാക്സ് കളക്ട് ചെയ്തിരിക്കുക? യെസ്, വില്ലേജ് ഹെഡ്മാൻ, അതായത് ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ടാക്സ് വാസ് എക്സസീവ്. നികുതി നിരക്ക് എങ്ങനെയായിരുന്നു? കുറവായിരുന്നോ? അല്ല അല്ലേ? നികുതി നിരക്ക് അമിതമായിരുന്നു. അതുപോലെ എൻറ്റയർ വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് സിംഗിൾ യൂണിറ്റ് കോൾഡ് മഹൽ. അതായത് ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിരുന്നു. നികുതി പിരിച്ചെടുക്കുന്നത് അങ്ങനെയായിരുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നോക്കി,
How did British land revenue policy make the peasantry fall easy prey to exploitation of money lenders? Explain. നോക്കിയേ, എങ്ങനെയാണ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി ഈ മണി ലെൻഡേഴ്സിന് ഭയങ്കര ഒരു ചൂഷണമായിട്ട് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ലാൻഡ് റവന്യൂ പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് എഫക്റ്റഡ് ദ അഗ്രികൾച്ചർ സെക്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ ആഘാതമുണ്ടാക്കി. എന്താ കാരണം നോക്കാം. വെൻ ദേ വർ അണേബിൾ ടു പേ ടാക്സ് in the form of money before deadline, they had to take loan from the money lenders at high interest. എന്താ സംഭവിച്ചത്? അവരൊരു സമയപരിധി പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫാമേഴ്സ് ടാക്സ് അടയ്ക്കണമായിരുന്നു. പക്ഷെ കൃഷിയൊക്കെ മോശമായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് കറക്റ്റ് ടൈമിൽ ടാക്സ് പേ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയി കൂടുതൽ കൊള്ള പലിശയ്ക്ക് എന്താ പറയുക, പൈസ കടം വാങ്ങിയാണ് പേ ചെയ്തിരുന്നത്. നോക്കുക, ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ള പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടതായിട്ട് വന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? അതുപോലെ തന്നെ ദ ലോൺസ് വർ ഒബ്റ്റൈൻഡ് ബൈ മോർട്ട്ഗേജിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയിരുന്നത്. അതുപോലെ ദ അഗ്രികൾച്ചറൽ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹൂ കുഡ് നോട്ട് പേ ബാക്ക് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് വാസ് സെയ്സ്ഡ് ബൈ ദ മണി ലെൻഡേഴ്സ്. നോക്കിയേ, ഉയർന്ന പലിശയ്ക്കായിരുന്നു കർഷകരിൽ നിന്ന് ഇവർ ഇത് ഈടാക്കിയിരുന്നത്. അതിനാൽ എന്ത് സംഭവിച്ചു? കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി ഈ കൊള്ളപ്പലിശക്കാർ കൈയടക്കി. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തത് നമുക്ക് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി മെയ്ഡ് ദ ഫാമേഴ്സ് ഇൻ ട്രബിൾ. എന്താ സംഭവിച്ചേ? ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. They were engaged in agriculture mainly to produce food crops. During British rule, they were compelled to cultivate cash crops instead of food crops. This transformation is termed as what? Commercialization of agriculture. ഒന്നുമില്ല, ഇന്ത്യ ആളുകൾ പരമ്പരാഗതമായിട്ട് എന്ത് കൃഷിയാണ് ചെയ്തിരുന്നത്? ഫുഡ് ക്രോപ്സ് ആണ്. നമുക്കറിയാം, ചോളം, ഗോതമ്പ്, നെല്ല്, ഇതൊക്കെയായിരുന്നു പരമ്പരാഗതമായിട്ട് ഫുഡിന് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു അവർ കൃഷി ചെയ്തു പോന്നിരുന്നത്. അതായത് കുടുംബത്തിനും ഗ്രാമത്തിനൊക്കെ ഏറ്റവും ഉപയോഗമുള്ള കാര്യങ്ങളായിരുന്നു അവർ കൃഷി ചെയ്തത്. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ഫുഡ് ക്രോപ്പിന് പകരം അവർ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയുണ്ടായി. നോക്കുക, എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി. നോക്കുക, അവർക്ക് സാധാരണ ജനങ്ങൾ ജീവിക്കണം എന്നല്ല, അതായത് മണി ഉണ്ടാക്കണം അല്ലേ? അതായത് വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അതുപോലെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, മെയിൻ 2 പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്ന ഇന്ത്യക്കാരെ കൊണ്ട് അവരെന്ത് ചെയ്യിപ്പിച്ചു? ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യിപ്പിച്ചു. ആ കൃഷി രീതിയാണ് എന്ത് പറയുക? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നോക്കുക, ഇവാലുവേറ്റ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ഫോഴ്സ്ഡ് ഇന്ത്യൻ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു നമുക്കറിയാം. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്? ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഹാഡ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് ബിഫോർ ദ ഡെഡ് ലൈൻ. ടു മീറ്റ് ദിസ് സിറ്റുവേഷൻ ദേ കൾട്ടിവേറ്റഡ് പ്രോഡക്ട്സ് ഹാവിങ് ഹയർ മാർക്കറ്റ് പ്രൈസ്. അതായത് ഈ സാധാരണ കൃഷിക്കാർ ഒരു സമയപരിധിയുണ്ട് നികുതി കൊടുക്കാനായിട്ടുള്ളത്, ഒരു ഡെഡ് ലൈനുണ്ട്, അതിനു മുമ്പ് നമ്മൾ നികുതി കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് അവർ ഫുഡ് ക്രോപ്സിന് പകരം ഗ്രാജുവലി എന്തിലേക്ക് മാറി തുടങ്ങി? ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. മാത്രമല്ല, നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു.
ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ എന്ത് ചെയ്തത്? കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. അതായത് ഗ്രാജുവലി ക്യാഷ് ക്രോപ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത്രയും നമുക്ക് നോക്കാം. The strategy used by the British to force Indian farmers to cultivate indigo. Indigo farmers were given money in advance. നോക്കിയേ, കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? നീലം കൃഷി ചെയ്യിപ്പിച്ചു. നീലം നമ്മളുടെ എന്താ പറയുക, ഡ്രസ്സൊക്കെ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നീലം കേട്ടിട്ടില്ലേ? അപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊണ്ട്, ഇന്ത്യൻ ഫാമേഴ്സിനെ കൊണ്ട് പ്രേരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ഇന്ത്യ വിത്ത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗ്യാതേർഡ് മൊമെൻറ്റം ഇൻ ഇംഗ്ലണ്ട്. എന്താ സംഭവിച്ചത്? ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. അതുപോലെ ദ ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഇൻക്രീസ്ഡ്. ബ്രിട്ടീഷ് മെർച്ചൻസ് വർ ready to give money in advance to farmers in order to encourage cultivation of indigo. എന്താ ചെയ്തത്? കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. അതുപോലെ തന്നെ farmers were liable to plant indigo in a fixed portion of the land. എന്താ സംഭവിച്ചത്? കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമായിരുന്നു എന്നായിരുന്നു നിബന്ധന. വേറെ കൃഷി ഉണ്ടെങ്കിലും ഒരു കുറച്ച് പോർഷനെങ്കിലും മസ്റ്റായിട്ട് എന്ത് കൃഷി ചെയ്യണമെന്ന് അവർ ശഠിച്ചത്? നീലം കൃഷി ചെയ്യണമെന്ന് അവർ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിരുന്നു. അതുപോലെ ബട്ട് ഇൻ ഹാർവസ്റ്റ് സീസൺ ദ ഫാമേഴ്സ് റിസീവ്ഡ് ഓൺലി എ ലോവർ പ്രൈസ് ഫോർ ഇൻഡിഗോ. നോക്കിക്കേ, വിളവെടുപ്പ് കാലത്ത് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് വളരെ കുറഞ്ഞ വിലയെ ഫാമേഴ്സിന് കിട്ടിയിരുന്നുള്ളൂ. അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? ഈ ബിസിനസ്, എന്ത് ബിസിനസ്സിലാണെങ്കിലും ഇൻ ബിറ്റ്വീൻ ഒരു ഏജന്റ് ഉണ്ടാവും അല്ലേ? അവരായിരിക്കും കൂടുതൽ പൈസ കൊണ്ടുപോവുക. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നവരാണെങ്കിലും ഫാർമേഴ്സിന് കഷ്ടപ്പാടും വളരെ തുച്ഛമായിട്ടുള്ളൊരു ബെനിഫിറ്റേ അവർക്ക് കിട്ടുന്നുള്ളൂ. നോക്കുക, with the invention of artificial indigo, demand for natural indigo reduced. എന്ത് സംഭവിച്ചു? പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻഡിഗോ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതോടെ എന്താ, നമ്മുടെ നാച്ചുറൽ ഇൻഡിഗോ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായിട്ട് വന്നു. ആർട്ടിഫിഷ്യലായിട്ട് കുറേ എന്താ പറയുക, പല കെമിക്കൽ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻഡിഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മളുടെ നാച്ചുറൽ സംഭവമായ ഈ നീലത്തിന് അത്ര ഡിമാൻഡ് ഇല്ലാണ്ടായിട്ട് വന്നു. ദിസ് മെയ്ഡ് ഫാർമേഴ്സ് മോർ മിസറബിൾ ഫോർ ദേ ഹാഡ് യൂസ്ഡ് മച്ച് ഓഫ് ദെയർ ലാൻഡ് ഫോർ ഇൻഡിഗോ കൾട്ടിവേഷൻ. ഇത് സാധാരണ കൃഷിക്കാരെ കൂടുതൽ എന്താ പറയുക, കഷ്ടപ്പാടിലേക്ക് നയിച്ചു. എന്തുകൊണ്ടാണ്? ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം മേജർ കൊമേഴ്സ്യൽ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു? ഇൻഡിഗോ. ഇൻഡിഗോ നമുക്കറിയാം, നീലം. എവിടെയാണിത് കൃഷി ചെയ്തിരുന്നത്? ബംഗാൾ, ബീഹാറിലാണ്. അതുപോലെ കോട്ടൺ. കോട്ടൺ എന്ന് വെച്ചാൽ പരുത്തി അല്ലേ? എവിടെയായിരുന്നു മെയിനായിട്ട് കൃഷി ചെയ്തിരുന്ന റീജിയൻ? മഹാരാഷ്ട്ര, പഞ്ചാബ്. ഷുഗർ കെയിൻ നമുക്കറിയാം അല്ലേ? കരിമ്പ്. എവിടെയാണ് മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നത്? ഉത്തർപ്രദേശിലായിരുന്നു. അതുപോലെ ടീ, തേയില, ആസാം, കേരളം. ജൂട്ട്. ജൂട്ട് എന്ന് വെച്ചാൽ എന്താ? ചണമാണല്ലേ? ചണം എവിടെയാണ് കൃഷി ചെയ്തിരുന്നത്? ബംഗാളിലായിരുന്നു. വീറ്റ്, ഗോതമ്പ് എവിടെയായിരുന്നു? പഞ്ചാബിലായിരുന്നു. അപ്പോൾ മെയിൻ കൊമേഴ്സ്യൽ ക്രോപ്സ് ഏതൊക്കെയായിരുന്നു? ക്യാഷ് ക്രോപ്സ് ഒക്കെ ഏതൊക്കെയായിരുന്നു? യെസ്, ഇൻഡിഗോ, കോട്ടൺ, ഷുഗർ കെയിൻ, ടീ, ജൂട്ട്, വീറ്റ്. ഓക്കെ, ഇതാണ് നീലം. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ, ആ നീലത്തിൻ്റെ ഒരു പിക്ചറാണ്. ഇപ്പോൾ ഉജാലയൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റാണ് നീലം. ഓക്കെ, നോക്കിയേ, ഇത് ഇൻഡിഗോ റിവോൾട്ട് നടന്നതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. നമുക്കപ്പോൾ നോക്കാം എന്താണ്
ഈ ഇൻഡിഗോ റിവോൾട്ട് എന്താണെന്ന് നോക്കാം. എന്നാണ് ഇത് നടന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇൻ 1859 the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. എന്താ അവർ തീരുമാനിച്ചത്? 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. They attacked indigo factories with bows and arrows, swords and spears. എന്താ സംഭവിച്ചേ? അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു? നീലം ഫാക്ടറി ആക്രമിക്കുകയുണ്ടായി. Several women also participated in the revolt. നിരവധി സ്ത്രീകളും ഈ കലാപത്തിൽ പങ്കാളികളായിരുന്നു. Educated people in Calcutta reached the revolt areas and extended their support. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെ പറ്റി അറിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ്രദേശങ്ങളിലെത്തി അവരും ഈ കർഷകർക്ക് പിന്തുണ നൽകുകയുണ്ടായി. ഒക്കെയാണല്ലോ അല്ലേ? അതുപോലെ തന്നെ ദ ഗവൺമെൻറ് ഇമ്മീഡിയറ്റ്ലി അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ്. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ദ കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഎക്കണോമിക് ആൻഡ് പ്രൊപ്പോസ്ഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. അവരെന്ത് പറഞ്ഞു? ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുകയുണ്ടായി. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം. പിയസൻ റിവോൾട്സ് ഇൻ കേരള. കർഷക കലാപങ്ങൾ കേരളത്തിൽ നോക്കുക. ഇറ്റ് വാസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ആൻഡ് ബ്രിട്ടീഷ് ദാറ്റ് ലീഡ് ടു ദ റിവോൾട്ട് ഇൻ മലബാർ. എന്താ സംഭവിച്ചേ? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് ഈ കലാപത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അതുപോലെ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ ജന്മീസ് ഓഫ് ദ ലാൻഡ് ആസ് ഓണേഴ്സ്. അതായത് ജന്മിമാരെയാണ് ഭൂ ഉടമയായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ദ atrocities of the landlords, including eviction of tenants. Such atrocities were carried out with the support of the British. എന്താ പറഞ്ഞത്? ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഫാമേഴ്സ് ഇൻ സൗത്ത് മലബാർ ആർ മാപ്പിളാസ്. എന്താ പറഞ്ഞത്? ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. എന്താ ഈ മാപ്പിളമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. സോ ദീസ് സ്ട്രഗിൾസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ 19th century ആർ നോൺ ആസ് മാപ്പിള റിബല്യൻസ്. ഈ 19ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് 1 മാർക്ക് 2 മാർക്കായിട്ട് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് നോക്കാം ഈ കലാപങ്ങൾ ആർക്കെതിരെയായിരുന്നു എന്നൊക്കെ നോക്കാം. ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ദ atrocities of the landlords, including evisions of tenants. ആരായിരുന്നു? ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് ഈ കലാപം നടന്നത്. അതുപോലെ around 22 peasants revolts took place in Malabar. To suppress this revolt, British raised a special armed police battalion named മലബാർ സ്പെഷ്യൽ പോലീസ്. ഷോർട്ട് ഫോം എങ്ങനെയാ പറയാം? MSP. അതായത് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ ഒരു സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. എന്തായിരുന്നു അത്? MSP അല്ലെങ്കിൽ സ്പെഷ്യൽ മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP എന്ന ഒരു സേനയെ രൂപീകരിക്കുകയുണ്ടായി. അതുപോലെ സിറ്റുവേഷൻ ലീഡ് ദ ട്രൈബ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദ മേജർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്സ് ഓഫ് ട്രൈബ്സ് വർ ഗ്യാതറിംഗ്, ഫോറസ്റ്റ്, കാറ്റിൽ റിയറിംഗ്, കൾട്ടിവേഷൻ ആൻഡ് ഹണ്ടിങ്.
എന്തൊക്കെയായിരുന്നു? വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലികളെ വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടുകൾ എന്നിവയായിരുന്നു വേട്ടയാടുക എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. ഓക്കെ, ഗോത്ര ജനതയുടെ മെയിനായിട്ടുള്ള ജീവിതോപാധികൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ? The major means of livelihood of tribes were gathering forest, cattle rearing, cultivation and hunting. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? അതുപോലെ തന്നെ ഫോറസ്റ്റ് ആക്ട് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മെയ്ഡ് ദെയർ ലൈഫ് മിസറബിൾ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ വളരെ ദുരിതത്തിലാക്കി. They were prohibited to enter forest when the British declared forest as protected. പിന്നെ അവരെന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമാകുന്ന വനങ്ങളായിരുന്നു എന്തെന്ന് പറഞ്ഞിരുന്നത്? അതായത് സംരക്ഷിത വനമായി അവർ പ്രഖ്യാപിച്ചത്. അവിടെ എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് കുറിച്യ റിവോൾട്ടിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അംഗം. ഓക്കെ, ഇനി കുറിച്യ റിവോൾട്ട് വാസ് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. ഡേറ്റ് ഓർത്തിരിക്കണം. എന്തായിരുന്നു? 1812 കുറിച്യ റിവോൾട്ട്. ആരാണ് ലീഡർഷിപ്പ് കൊടുത്തിരുന്ന? ആരായിരുന്നു? വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമായിരുന്നു കലാപം നടത്തിയത്. ഇനി നമുക്ക് എന്താ ഈ റീസൺ ഓഫ് കുറിച്യ റിവോൾട്ട്? എന്തായിരുന്നു കുറിച്യ റിവോൾട്ടിന് കാരണം എന്തായിരുന്നു നോക്കാം. ദാറ്റ് ഈസ് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് ഒരു മെയിൻ കാരണമായിരുന്നു. അതുകൊണ്ട് കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. എങ്ങനെ ടാക്സ് നികുതി എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞത്? പണമായിട്ട് തന്നെ, നികുതി പണമായി അടയ്ക്കാനായിട്ടാണ് നിർബന്ധിച്ചിരുന്നത്. അതുപോലെ സൈസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. എന്താ പിന്നെ ശടിച്ചിരുന്നത്? നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയായിട്ട് ഉണ്ടായി. ഇവർക്ക് യാതൊരു സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. അവർക്ക് കറക്റ്റായിട്ട് ടൈമിൽ എന്ത് വേണം? ക്യാഷ് അവർക്ക് വേണ്ടിയിരുന്നു. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ കുറിച്യ റിവോൾട്ടിൻ്റെ ലീഡർ ആരായിരുന്നു എന്ന്. കുറിച്യ റിവോൾട്ട് വാസ് ലെഡ് ബൈ ദ കുറിച്യ ലീഡർ രാമനമ്പി. ആരായിരുന്നു? കലാപം നടന്ന കുറിച്യൻ നേതാവായ രാമൻ നമ്പിയുടെ ലീഡർഷിപ്പിലാണ് മെയിനായിട്ട് കലാപം നടന്നത്. നോക്കിയേ, ഇനി വേറെ കുറച്ച് കലാപങ്ങൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദറ്റ് ഈസ് പഹാരിയ റിബല്യൻ, പഹാരിയ കലാപം, കോൾ റിബല്യൻ, കോൾ കലാപം, പിന്നെയോ ദറ്റ് ഈസ് കാശി റിബല്യൻ, അതുപോലെ മുണ്ട കലാപം, ബിൽ റിബല്യൻ, എന്തായിരുന്നു? ബീൽ കലാപം ആൻഡ് മുണ്ട റിബല്യൻ. ഓക്കെ, കാശി റിബല്യൻ, കാശി കലാപം. ഇതൊക്കെയായിരുന്നു പിന്നീട് നടന്ന മെയിൻ റിവോൾട്ട് അല്ലെങ്കിൽ കലാപങ്ങൾ. ഇതൊക്കെയായിരുന്നു. നമുക്ക് നോക്കാം ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അതായത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പോളിസീസ് കംപ്ലീറ്റ്ലി റൂയിൻഡ് നോട്ട് ഓൺലി ദ അഗ്രികൾച്ചർ സെക്ടർ ബട്ട് ഓൾസോ ദ ഹാൻഡിക്രാഫ്റ്റ് ഇൻ ഇന്ത്യ. എന്തായിരുന്നു? ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല തകർത്തത്, പിന്നെയോ കരകൗശല വ്യവസായത്തെയും ഇത് പൂർണ്ണമായിട്ട് ബാധിക്കുകയുണ്ടായി. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ വാസ് ദ മേജർ റീസൺ ഫോർ ദ റൂയിൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എന്തായിരുന്നു ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ മെയിൻ നാശനത്തിന് കാരണം? എന്തായിരുന്നു? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണമായത്. അതുപോലെ ദ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ കുഡ് ബി സോൾഡ് ഈസിലി ഫോർ ദെവർ ചീപ്പ്. നോക്കി, ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ അത് വിറ്റഴിക്കുകയുണ്ടായി.
അപ്പോൾ ഇന്ത്യയിൽ സാധാരണ കർഷകർ നൂറ്റിയൊക്കെ ഉണ്ടാക്കുന്ന വസ്ത്രത്തിന് കുറച്ചുകൂടി വിലയായിരുന്നു. പക്ഷേ ഈ മെഷീൻ്റെ സഹായത്തോടു കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത തുണികളൊക്കെ വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഈ തുണിത്തരങ്ങൾക്ക് വില വളരെ ഇടിവ് സംഭവിച്ചു. അത് കർഷകരെ ഭയങ്കര കുഴപ്പത്തിലാക്കുകയും ചെയ്തു. The expansion of railway was also responsible for the decline of Indian textile industry. നോക്കി, റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. കാരണം ഈ റെയിൽവേ ഗ്രാമപ്രദേശങ്ങളിൽ വരെയും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഈ മെഷീൻ മെയ്ഡ് തുണികളെല്ലാം ഗ്രാമത്തിലെ ആളുകൾ വരെ വാങ്ങാൻ തുടങ്ങി. വളരെ താഴ്ന്ന വിലയിൽ അവർക്ക് തുണിത്തരങ്ങൾ കിട്ടിത്തുടങ്ങി. അതും ഇന്ത്യൻ വ്യവസായത്തെ ഇന്ത്യൻ തുണികൾ സെയിൽ ചെയ്യുന്നതിനെ അമിതമായിട്ട് ബാധിക്കുകയുണ്ടായി. ക്ലിയർ ആണല്ലോ അല്ലേ ഇത്രയും? അതുപോലെ ഡ്യൂ ടു ഹയർ ടാക്സ് ലെവിഡ് ദ പ്രൈസ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ exported to Britain increased. So it lost the British market too. എന്താ സംഭവിച്ചത്? ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെ അധികം നികുതി ചുമത്തി അല്ലേ? അവയുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമാകുകയുണ്ടായി. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ടാക്സ് കൂട്ടി, അതുപോലെ തന്നെ ഈ തുണികളുടെ വിലയിലും വർധനവ് വരുത്തി. ഇതാണ് മെയിനായിട്ടുള്ള കാരണം. അതുപോലെ വീവേഴ്സ് ഗവ് അപ്പ് ദെയർ വർക്ക് മാസീവ്ലി ഡ്യൂ ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടോർച്ചർ ഓഫ് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. സോ ദ സെർച്ച്ഡ് ഫോർ അതർ ജോബ്സ്. എന്താ സംഭവിച്ചത്? ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം അവരെന്ത് ചെയ്തു? ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ച് അവർ വേറെ ജോലി തേടിപ്പോയി. ഓക്കെ, ഇതും അതിനൊരു കാരണമാകുകയുണ്ടായി. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ പല വ്യവസായങ്ങൾക്കും ഈ തകർച്ച ഉണ്ടാക്കുകയുണ്ടായി. കാരണം നോക്കാം നമുക്ക്, ഗ്രാമീണ വ്യവസായങ്ങളായ മൺപാത്ര നിർമ്മാണം, അതിന് പകരം എന്ത് കൊണ്ടുവന്നു? അവർ അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി ചെയ്തു ബ്രിട്ടീഷുകാർ. നമുക്കറിയാം അല്ലേ, അലൂമിനിയം പാത്രം പെട്ടെന്ന് പൊട്ടിപ്പോകില്ല, പെട്ടെന്ന് ചൂട് അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ വില കുറച്ച് കൊടുക്കുമ്പോൾ ആളുകൾ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതുപോലെ തുകൽപ്പണി, ഇവിടെയും ഭയങ്കര വ്യവസായ ഇടിവ് വന്നു. എന്തുകൊണ്ടാണ്? അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. പിന്നെയോ മരപ്പണി. ഓക്കെ, മരപ്പണിക്കും ഇടിവ് സംഭവിച്ചു. ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഷെൽഫൊക്കെ ആണെങ്കിൽ മരം കൊണ്ടുള്ള ഷെൽഫുണ്ട്, മെറ്റാലിക് ഷെൽഫ്സ് ഉണ്ട് അല്ലേ, ലോഹങ്ങൾ കൊണ്ടുള്ളത്. അതുകൊണ്ട് പല സാധനങ്ങളും മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിന് പകരം ഈ ലോഹനിർമ്മിതമായ ഓരോ പ്രോഡക്റ്റും ഇറക്കുമതി ചെയ്തതും ഈ വ്യവസായങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമാകുകയുണ്ടായി. അതായത് പോട്ടറി, ഇമ്പോർട്ട് ഓഫ് അലൂമിനിയം വെസൽസ് ആൻഡ് ടാനിങ്, തുകൽപ്പണി, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്, അതുപോലെ കാർപ്പൻ്ററി, മരപ്പണി, ആൻഡ് യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് മെറ്റൽസ്, ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് വന്നപ്പോൾ, അതായത് ലോഹങ്ങൾ മര കൊണ്ടുണ്ടാക്കുന്ന ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്കറിയാം. അതിന് പകരം ഇതെല്ലാം എന്തുകൊണ്ട് നിർമ്മിതമായി? ലോഹങ്ങൾ കൊണ്ട്, പല പല മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ച് അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഈ വ്യവസായങ്ങൾക്കും ഗ്രാജുവലി തകർച്ച അനുഭവപ്പെട്ടു തുടങ്ങി. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം ദ അഡ്വാൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ആൻഡ് പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. അതായത് ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് സ്റ്റാർട്ടഡ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഇൻ ദ 19th century. എന്താ സംഭവിച്ചത്? 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതായത് മോഡേൺ ഇൻഡസ്ട്രീസ്, ആധുനിക വ്യവസായങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ബട്ട് ദെയർ നമ്പർ വാസ് ലിമിറ്റഡ്. ദ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി വാസ് ഫസ്റ്റ് എമംഗ് ദം. എന്നാൽ ഇവയുടെ എണ്ണം വളരെ കുറവായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം അവർ സ്ഥാപിക്കുകയുണ്ടായത്. അതുപോലെ ദ ലേബേഴ്സ് ഓഫ് ഇൻ ദീസ് ഇൻഡസ്ട്രീസ് വർ എക്സ്പ്ലോയിറ്റഡ്. ഈ ഇൻഡസ്ട്രിയിലൊക്കെ പണിയെടുത്തവരെ ചൂഷണം ചെയ്തിരുന്നു. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദെയർ കണ്ടീഷൻ വാസ് എക്സ്ട്രീംലി പത്തറ്റിക്. അതുപോലെ ദ ഫോളോയിങ് വർ ദ മേജർ പ്രോബ്ലംസ്. എന്തൊക്കെയായിരുന്നു? മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, അതുപോലെ
പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മാർച്ച് വേജസ്, കുറഞ്ഞ കൂലിയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. അതുപോലെയോ അൺഹെൽത്തി അക്കമഡേഷൻ, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ജീവിക്കാനുള്ള ആവശ്യമുള്ള സൗകര്യങ്ങളൊന്നും അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നില്ലായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്ക് നോക്കാം. ദ റിബല്യൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ശിപായിസ് ഓഫ് മീററ്റ്. മീററ്റിലെ ശിപായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. ദ റിബല്യൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ശിപായിസ് ഓഫ് മീററ്റ്. Poor salary and abuse by the British officers were the major reason for their resentment. എന്തായിരുന്നു കലാപത്തിലേക്ക് മെയിനായിട്ട് നയിച്ചത്? തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവും ചൂഷണമൊക്കെ ആയിരുന്നു ഈ ഒരു കലാപത്തിലേക്ക്, ശിപായിമാരുടെ അസംതൃപ്തിക്ക് മെയിനായിട്ടുള്ള കാരണവും ഈ ഒരു കലാപത്തിലേക്ക് നയിക്കുകയുമുണ്ടായത്. അതുപോലെ ദ റൂമർ ദാറ്റ് കാർട്രിഡ്ജ് ഇൻ ദ ന്യൂലി സപ്ലൈഡ് എൻഫീൽഡ് റൈഫിൾസ് വെർ ഗ്രീസ്ഡ് വിത്ത് ദ ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ് പ്രൊവോക്ക്ഡ് ദം. പിന്നെ എന്താ അവരെ പ്രൊവോക്ക് ചെയ്തത്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണെന്ന് പറഞ്ഞു വരുത്തി ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് പ്രകോപിക്കുകയുണ്ടായി. പിന്നെയോ ദ ബ്രിട്ടീഷ് റൂൾ ഹാഡ് adversely affected the kings too. Okay, in addition to the doctrine of lapse, the princely states were convicted inefficient rule and were annexed by the British. This made the kings to lead the rebellion. എന്താ ഇവിടെ ഉണ്ടായത്? രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളാകുകയുണ്ടായി. ആരൊക്കെയായിരുന്നു? രാജാക്കന്മാരുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, കരകൗശല വിവിധ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിനു പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുകയുണ്ടായി. അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ വേണം നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കാനായിട്ട്. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയുണ്ടായ ഒരു മെയിൻ ഫാക്ടറായിരുന്നു ഇത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ കലാപത്തിൻ്റെയൊക്കെ ഒരു റിയൽ സ്ട്രെങ്ത് എന്തായിരുന്നു നമുക്ക് നോക്കാം. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് റിബല്യൻ വാസ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി. A spirit of cooperation existed among the soldiers, common people and the leaders. എന്തൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. അതുപോലെ സൈനികരെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. എല്ലാവരും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായി അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ഐക്യം നിലനിന്നു. അതുപോലെ ഡൽഹി ഡിക്ലെയർഡ് ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ എന്തായിട്ട് പ്രഖ്യാപിച്ചു? അവിടുത്തെ ചക്രവർത്തിയായിട്ട് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതുപോലെ നോക്കിക്കേ, ഈ റിവോൾട്ട് നടന്നത്, ഈ കലാപ സ്ഥലങ്ങൾ എവിടെയൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഡൽഹിയിലായിരുന്നു ബഹദൂർ ഷാ. അവിടുത്തെ ലീഡർഷിപ്പ് ആരൊക്കെ ആയിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. അതുപോലെ ഝാൻസി ആരായിരുന്നു? റാണി ലക്ഷ്മിഭായ്. ലക്നൗവിലെ ലീഡർഷിപ്പ് ആർക്കായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. ഇതെപ്പോഴും ഏതെങ്കിലും 1-2 എക്സാമിന് ചോദിക്കാറുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. അതുപോലെ കാൺപൂർ ആർക്കായിരുന്നു? നാനാ സാഹേബ് താന്തിയ തോപ്പി. ഓക്കെ. അതുപോലെ ഫൈസാബാദ് ആരായിരുന്നു അവിടുത്തെ മെയിനായിട്ടുള്ള നേതാക്കന്മാർ? മൗലവി അഹമ്മദുള്ളയായിരുന്നു അവിടുത്തെ ലീഡർഷിപ്പിലുള്ള മെയിൻ നേതാവ്. അദ്ദേഹമായിരുന്നു. ഇനി 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനും നയത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഒക്കെയാണല്ലോ അല്ലേ. അതുപോലെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ക്രിയേറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ. എന്താ അത്? ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കുകയുണ്ടായി.
അതുപോലെ ദിസ് ആറ്റിറ്റ്യൂഡ് വാസ് എ മേജർ ഫാക്ട് ദാറ്റ് ലീഡ് ടു ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഇൻ 19th century. ഈ ഒരു കാരണമായിരുന്നു, ഈ ഒരു മനോഭാവമാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ ഘടകം ഇതായിരുന്നു. നാഷണലിസം ഇസ് ദ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ പീപ്പിൾ ഓഫ് കൺട്രി റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ആൻഡ് റീജിയൻ. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായിരുന്നു ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നാഷണലിസം എന്ന് പറയുന്നത് അവിടെ ജാതിയില്ല, മതമില്ല, ചെറിയവൻ വലിയവൻ എന്നില്ല. ഓക്കെ, ഇവരെല്ലാവരുടെയും ഒരു ഒത്തുചേരലാണ് എന്തിൻ്റെ ഭാഗമാവുന്നത്? ദേശീയതയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് ഓർഗനൈസ്ഡ് ഫോം ഓഫ് നാഷണലിസം. അതായത് ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഡേറ്റ് ഓർത്തിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ എന്നായിരുന്നു? ഡിസംബർ 1885. എവിടെ വെച്ചായിരുന്നു? ഇൻ മുംബൈ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. നാഷണൽ കോൺഗ്രസ് ലീഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഫ്രം 1885 till ഇന്ത്യ അറ്റൈൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 1885 തുടങ്ങി 1947 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ആരായിരുന്നു ഇത് നയിച്ചിരുന്നത്? യെസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതുപോലെ ദാദാഭായ് നവറോജി വാസ് എ പേഴ്സൺ who studied about the fact on the determination of Indian economy under the ബ്രിട്ടീഷ് റൂൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. The drain of wealth to England was the root cause of poverty and starvation in India based on the study put forward by drain theory. എന്താണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം എന്ന് പറയും. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ആണ് മെയിനായിട്ട് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്നത്. ട്രെയിൻ തിയറി എന്താണ് മലയാളം? ചോർച്ച സിദ്ധാന്തം. മെയിനായിട്ട് ആ പുസ്തകത്തിൽ ഫോക്കസ് ചെയ്ത് എന്തായിരുന്നു? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനെ കുറിച്ചും പട്ടിണിയെക്കുറിച്ചുള്ള കാരണങ്ങളാണ് അതിൽ മെയിനായിട്ട് ഫോക്കസ്, അതായത് പിൻ പോയിന്റ് ചെയ്തിരുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. ഒരു കാരണം എന്തായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി. അതുപോലെ സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, അവർക്ക് നല്ല ശമ്പളവും പെൻഷനും നൽകിയിരുന്നു. അതുപോലെ പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇതും നമ്മുടെ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു തകർച്ച ഉണ്ടാക്കാൻ കാരണമായ ഒരു കാരണങ്ങളായിരുന്നു. അതുകൊണ്ട് ടാക്സ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് തന്നെയായിരുന്നു ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോരുന്നതിനുള്ള മെയിൻ കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. അതുപോലെ the earlier leaders Dadabhai Navroji, Ramesh Chandra Dutt and Gopal Krishna Gokhale had a pivotal role in making the common people aware of economic policy of British that embraced India. എന്താ അത്?
ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്നത് സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കിക്കൊടുത്ത ലീഡേഴ്സ് ആയിരുന്നു ആരൊക്കെ? ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വളരെ വലുതായിരുന്നു. അതുപോലെ the common people realized that the poverty and exploitation they faced had been the creation of British. അത് വളരെ വലിയൊരു തിരിച്ചറിവായിരുന്നു. എന്തായത്? ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇറ്റ് റീഎൻഫോഴ്സ്ഡ് ദെയർ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്. ഇനി നമുക്ക് നോക്കാം സ്വദേശി മൂവ്മെൻറ്റ്, ന്യൂ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ മേജർ സ്ട്രാറ്റജി adopted for the anti-participation movement in Bengal in 1905 was the boycott of foreign goods and consumption of indigenous products. എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ലീഡേഴ്സ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി അവരുടെ ഓരോ പ്രോഡക്റ്റും ഇന്ത്യക്കാർ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. സമരത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കൾ ശേഖരിച്ച് അവരെന്ത് ചെയ്തു? പരസ്യമായിട്ട് കത്തിച്ച് കളയുണ്ടായി. ആസ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫോറിൻ ഗുഡ്സ് വെർ കളക്റ്റഡ് ആൻഡ് ബേൺ പബ്ലിക്കായിട്ട് അവർ അത് കത്തിച്ച് കളയുണ്ടായി. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുകയുണ്ടായി. സ്വദേശി മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെട്ടു. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം. നോക്കി, പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, ലേബേഴ്സ്, സ്റ്റുഡൻസ് വർ അനദർ റിമാർക്കബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ. അതുപോലെ വാഷർമാൻ that they would not wash foreign clothes. The priests saw that they would not perform rituals and prayers using foreign items. Women boycott foreign bangles, utensils. Okay, and students quit these schools to take part in the movement. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കിക്കേ. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാർ പറയുകയുണ്ടായി. അതുപോലെ വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുന്നില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്ത് നിന്നുള്ള വളകൾ, പാത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമാകുകയുണ്ടായി. എന്താ സംഭവിച്ചത്? എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ച് സംഘടിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അതിനൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഇന്ത്യൻ നാഷണലിസം അറ്റൈൻ ഫർദർ സ്ട്രെങ്തൻ ഫ്രം സ്വദേശി മൂവ്മെൻറ്റ്. നോക്കിയേ, ആരൊക്കെയായിരുന്നു ലീഡേഴ്സ് ലൈക്ക് ബാലഗംഗാധര തിലക്, ലാലാ ലാജ്പത് റോയ്, വിപിൻ ചന്ദ്രപാൽ emphasized the necessity of overthrowing foreign rule. Okay, these leaders were together known as ലാൽ ബാൽ പാൽ. നോക്കിക്കേ, ആരൊക്കെ അങ്ങനെ ലാൽ ബാൽ പാൽ എന്ന് ഷോർട്ട് ഫോം ആയിട്ട് വിളിച്ചിരുന്നത്? യെസ്, ബാലഗംഗാധര തിലക്, ലാലാ ലാജ്പത് റോയ്, വിപിൻ ചന്ദ്രപാൽ. ഇവരെ 3 പേരെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ലാൽ ബാൽ പാൽ. ഓക്കെ, ഇവിടെ എന്തെന്ന് നോക്കിക്കേ, ബാലഗംഗാധര തിലക്, ലാലാ ലാജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ട ആവശ്യകത ഊന്നി പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ലെസൺസിലെല്ലാം നമ്മൾ ആരായിരുന്നു അത്? ബാലഗംഗാധര തിലക് അല്ലേ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ പറയുകയുണ്ടായി.
അതുപോലെ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ്, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. ഇത് എന്താ പറയുക, ആയുധം എടുക്കാണ്ട് അവർ ആ കാലത്ത് അവർ എന്താ പറയുക ഭയങ്കരമായിട്ട് ഈ കലാപത്തെ ചെറുത്ത് നിന്നത് ഇങ്ങനെയായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമായ ഒന്നാക്കി മാറ്റുകയുണ്ടായി. ഓക്കെ ആണല്ലോ അല്ലേ? ഇത്രയും. അപ്പം നമ്മൾ ഇന്ന് ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഭൂനികുതി വ്യവസ്ഥകൾ അല്ലേ? അതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇതിൽ തുടർന്നുണ്ടാകുന്ന കലാപങ്ങൾ ഏതൊക്കെയായിരുന്നു? നീലം കലാപം, മാപ്പിള കലാപങ്ങൾ, സന്താൾ കലാപം, കുറിച്യ കലാപം, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെയോ തുണിത്തര വ്യവസായത്തിൻ്റെ തകർച്ച അല്ലേ? അതുപോലെ ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ച എങ്ങനെയൊക്കെ ഉണ്ടായെന്ന് നമ്മൾ പഠിച്ചു. വ്യവസായ തൊഴിലാളികളുടെ ദാരിദ്ര്യത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെയോ 1857 കലാപം, അതിൻ്റെ കാരണവും നമ്മൾ പഠിച്ചു. ആദ്യകാല ദേശീയ നേതാക്കൾ ചോർച്ചാ സിദ്ധാന്തം, അത് പഠിക്കുകയുണ്ടായി. സ്വദേശി പ്രസ്ഥാനം, ദേശീയതയുടെ വളർച്ച, ഇതെല്ലാം നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്നോടെ പറയാം. ലാൻഡ് റവന്യൂ സിസ്റ്റം, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അതിനെ തുടർന്നുണ്ടാകുന്ന കലാപങ്ങൾ, റിവോൾട്ട് ഏതൊക്കെയായിരുന്നു? ഇൻഡിഗോ റിവോൾട്ട്, മാപ്പിള റിബല്യൻ, സാന്താൾ റിബല്യൻ. അപ്പോൾ സാന്താൾ കലാപങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ ഇപ്പോൾ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു ഒക്കെ ഈ സാന്താൾ ട്രൈബിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് കുറിച്യ റിബല്യനെ കുറിച്ച് പഠിച്ചു. ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഡിക്ലൈൻ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രി പഠിച്ചു. ആൻഡ് പോവർട്ടി ഓഫ് ഇൻഡസ്ട്രിയൽ ലേബേഴ്സ്, അതും ഡിസ്കസ് ചെയ്യേണ്ടായി. അതുകൊണ്ട് റിവോൾട്ട് ഓഫ് 1857, അതിൻ്റെ കാരണം കോസസ് പഠിക്കേണ്ടായി അല്ലേ? അതുകൊണ്ട് എയർലിയർ നാഷണൽ ലീഡേഴ്സ് ട്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തത്തെയൊക്കെ കുറിച്ച് പഠിച്ചു. സ്വദേശി മൂവ്മെൻറ്റ് പഠിച്ചു. അതിൽ നിന്ന് എമർജ് ചെയ്ത നാഷണലിസം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയുണ്ടായി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ടീച്ചർ അത് ക്ലിയർ ചെയ്യും. അതുകൂടാതെ റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണുക. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് എടുത്ത ടോപ്പിക്സ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് സിംപ്ലിഫൈഡ് ഫോമിലായിട്ടാണ് എക്സാം പോയിന്റിൽ നോട്ട്സ് എല്ലാം തന്നിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് വായിച്ചാൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാവേണ്ട രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് 10th റിവൈസ്ഡ് ബോർഡ് എക്സാമിൻ്റെ റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.